ക്രാഫ്റ്റികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വോൾ ഡെക്കർ ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ആ ഗ്യാപ്പിട്ട ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ കാർഡ്ബോർഡ് മൊത്തം ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലൊരു ടിഷ്യൂ വെച്ചിട്ട് കുറച്ച് വൈറ്റ് ഗ്ലൂ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ക്യാപ്പിൽ ഇതുപോലെ അങ്ങോട്ട് അമർത്തി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്കിതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് ഹാങ് ചെയ്തിടാനായിട്ട് എൻ്റെ പാക്കിൽ ഞാനിത് സോഡയുടെ ഒരു അടപ്പിൻ്റെ മുകളിൽ ഇത് എടുത്തിട്ടുള്ളത് അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒട്ടിക്കാനായിട്ട് സൈക്കിൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് കാർഡ്ബോർഡിൽ ഞാൻ ഇതുപോലെ 2 റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് പേപ്പർ ട്യൂബ് ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിൻ്റെ നടുക്കിങ്ങനെ വെക്കാനായിട്ടാണ് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതിയാവും. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ട്യൂബ് ആക്കിയത്. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമുക്ക് 2 എണ്ണം ചെയ്തെടുക്കാം. മൊത്തത്തിലൊന്നും ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഇളകി പോകാണ്ടിരിക്കാനായിട്ട് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൽ കുഞ്ഞൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് സ്ട്രെയിറ്റ് പീസ് ഒരെണ്ണം കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രണ്ട് വെല്ലിൻ്റെ അവിടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ പീസും കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ് പീസും കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സീറ്റ് വെക്കാനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ വീലും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയിൻ ഗാർഡ് ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് സീറ്റും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടത് ഹാഫാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് തോന്നിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ആ സീറ്റും കൂടെ നമുക്കവിടെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ട് ബാക്ക് വീലിനും ആ സീറ്റിൻ്റെ ഇതിനും കൂടെ ഇങ്ങോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഹാൻഡിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുഞ്ഞു പീസ് എടുത്ത് ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സൈക്കിള് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അതിന് സൈക്കിളിന് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പീസ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു പീസ് എടുത്ത് അതിൻ്റെ താഴെ വശത്ത് ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. മേളിലെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതാ ഞാൻ ബാക്ക് സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പെറ്റൽ വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഞാൻ സെൻറ്ററിലേക്കൂടെ ഒരു ഗോൾഡൻ കളറും കൂടെ അടിച്ചു കൊടുക്കണ്ട കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ ഇതാ കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന വിധത്തിലാണ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ടില്ല, കുറച്ച് പൊങ്ങിക്കിടക്കുന്ന വിധത്തിൽ. നമുക്ക് ബാസ്ക്കറ്റും കൂടെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അതായത് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിന് ഒരു വള്ളി ഉണ്ടാക്കാനായിട്ട് അതായത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് ചുരുട്ടിയെടുത്തിട്ട് ഒരു വള്ളി പോലെ വെറുതെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അതിന് കുറച്ച് ലീഫും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതൊരു കുഞ്ഞു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കുക. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. എൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വീണ്ടും എടുത്തത് വെച്ചിട്ട് ഇതുപോലെ പിടിക്കുക, കട്ട് ചെയ്തെടുക്കുക. ഇത് എത്രയും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ കുഞ്ഞു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നീളം കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് ആ നേരത്തെ നമ്മളിങ്ങനെ വെച്ച ഭാഗമില്ല, ഇതുപോലെ കുറച്ച് വണ്ണത്തിൽ കിടക്കണം. അതിന് നമ്മുടെ നൂല് ചുറ്റി കൊടുക്കണം. അപ്പം നമ്മുടെ ഫ്ലവറിന് എക്സസ് വരുന്ന പാട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇതാ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ഫ്ലവർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് നേരത്തെ നമ്മൾ ഒട്ടിച്ചെടുത്ത വള്ളിയിലേക്ക് ഈ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാസ്ക്കറ്റിലേക്കും കൂടെ കുറച്ച് ഫ്ലവർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പ്ലാസ്റ്റിക് ഇതെടുത്ത് അങ്ങോട്ട് നിറച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഫ്ലവറും കൂടെ അതിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലീഫും കുറച്ച് ഫ്ലവറൊക്കെ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലൊരു സ്റ്റോൺ എടുത്തിട്ട് സൈക്കിൾ വീലിൻ്റെ സെൻറ്ററിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 വീലിൻ്റെ സെൻറ്ററിൽ ഓരോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.